ജിൻഡോനെ അർജുനെ ആയിരുന്നു ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചപ്പോൾ തന്നെ അർജുൻ ജിൻഡോയുടെ തോളിൽ ചാരിയൊക്കെ കിടന്ന് കെട്ടിപ്പിടിച്ചാണ് ഇവരെ ഓടിത്തുള്ളി ചാടിയൊക്കെയാണ് നോമിനേഷൻ ചെയ്യാൻ പോയിട്ടുള്ളത്. പെങ്ങളെ കെട്ടിയ സ്ത്രീധനത്തുക തരുമോ അളിയാന്നൊക്കെ പറഞ്ഞ് തോളിൽ കൈയൊക്കെ ഇട്ട് തുള്ളിച്ചാടിയാണ് ഇവർ പോയത്. പോയിരുന്നിട്ടാണെങ്കിൽ ഇവർ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അപ്പൊ അർജുൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടെ എല്ലാ ടാസ്കും ആദ്യം തൊട്ട് ക്യാപ്റ്റനായ അന്ന് മുതൽ എല്ലാ ടാസ്കും എല്ലാം പ്രൂവ് ചെയ്ത് വന്ന ഒരാളാണ്, എനിക്ക് ഇവിടെ നിൽക്കണം എന്നുള്ള രീതിയിലാണെന്ന് അർജുൻ പറഞ്ഞു. അപ്പോഴും അർജുൻ നിങ്ങളും പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജിൻഡോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നീ കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വന്നില്ല, എല്ലാ ആഴ്ചയും നോമിനേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ നീ കഴിഞ്ഞ ആഴ്ചയും ഇനി ഈ ആഴ്ചയും വരാണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള ആ ഒരു ഇത് പോവും. ആഴ്ച നിനക്ക് അവർ വോട്ട് ചെയ്തോണ്ടേ ഇരിക്കണം. എനിക്കിപ്പോ നീ നല്ലൊരു ഫ്രണ്ടാണ്, നീ അപ്പൊ എന്റെ കൂടെ ഫ്രണ്ടായിട്ട് ടാസ്കിലും എല്ലാത്തിലും ഇവിടെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഈ ആഴ്ച നോമിനേഷനിൽ വരണം, എന്നാലാണ് പ്രേക്ഷകരുടെ വിധി അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ഇങ്ങനെ ബിഗ് ബോസ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നപ്പോൾ ഞാൻ എന്തായാലും നോമിനേഷനിൽ വരാണ്ടിരിക്കാനല്ലേ നോക്കണ്ടേന്നൊക്കെ രീതിയിൽ അർജുനും അവിടെ സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാ നോമിനേഷനിലും വന്നെന്നല്ലായിരുന്നു ആഗ്രഹം, അപ്പൊ നിങ്ങൾക്ക് പേടിയാണോ എന്നൊക്കെ അർജുനും ചോദിക്കുന്നുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല, ഇവർ ഞാൻ നല്ല ഗെയിമർ ആയതുകൊണ്ട് എല്ലാ നോമിനേഷനിൽ എന്നെ ഇടാനാണ് നോക്കുന്നത്, അതുകൊണ്ട് ഈ നോമിനേഷനിൽ അപ്പൊ അർജുൻ വരട്ടെ എന്ന് ജിൻഡോയും പറയും. രണ്ടുപേരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് സമയം കഴിയും, രണ്ടുപേരും നോമിനേറ്റഡ് ആവുകയാണായിട്ട് ഉണ്ടായത്. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല, രണ്ടുപേരും കൂടെ പക്ഷെ കെട്ടിപ്പിടിച്ച് അവർ നല്ല കൂളായിട്ട് തന്നെയാണ് നോമിനേഷൻ കഴിഞ്ഞ് തുള്ളിച്ചാടി പോകുന്നത്. അപ്പൊ അവിടെ ഇരുന്നവർ കളിയാക്കുന്നുണ്ട്, കെട്ടിപ്പിടിച്ചൊക്കെ ഇവർ ചെല്ലുമ്പോൾ അഭിനയ സിംഹമേ എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ളവർ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ആ ഒരു സംഭവമൊക്കെ.